ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ 15 വെറൈറ്റീസ് അടങ്ങിയ ഒരു അടിപൊളി കോംബോ ആണ്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാട് റേറ്റ് കുറച്ചിട്ടും കൂടിയാണ് ഈ ഒരു കോംബോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആണ് വരുന്നത്. വ്യത്യസ്തമായ 6 കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 190 രൂപയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. നല്ല അടിപൊളി കോംബോ ആണ്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. വെള്ളം അധികം ആവശ്യമില്ല, എന്നാലും ഒരു മിനിമം ഒരു നനവ് എപ്പോഴും ഈ ഒരു പ്ലാന്റിന് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഫി ബാഗോടുകൂടിയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ ജിഫി ബാഗിൻ്റെ ഒരു സൈഡ് ഭാഗം ചെറുതായി കട്ട് ചെയ്തിട്ട് മണ്ണിൽ ഇറക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്ലാന്റ് ഒരു സീസണൽ ഫ്ലവറാണ്. പക്ഷേ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇതിൽ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ക്യാറ്റസ് ഫ്ലവർ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ്. പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു പ്ലാന്റും കൂടിയാണ്. ഒപ്പം വെള്ളം അധികം കൂടുമ്പോൾ ഇല പൊഴിയുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് കെയർ ചെയ്തിട്ട് വെള്ളം ഒഴിക്കുക. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് വരുന്നത്. 390 രൂപയ്ക്ക് 10 കളറുകളാണ് കൊടുക്കുന്നത്. അടിപൊളി കോംബോ ആണ്. ഈ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ വാങ്ങി നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനും സിമ്പിളായിട്ടുള്ളൊരു പ്ലാന്റും കൂടിയാണ്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് എല്ലുപൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കമ്പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മണ്ണിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കുക. ഒരുപാട് വെള്ളം ഈ ഒരു പ്ലാന്റിന് പറ്റില്ല. ഒരുപാട് വെള്ളമായാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അതുപോലെ തന്നെ വെയിൽ ഒരുപാട് പറ്റില്ല. എന്നാലും ഒരു ഇളം വെയിൽ ഈ ഒരു പ്ലാന്റിന് ആവശ്യമാണ്. ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മഴക്കാലത്ത് ഒരുപാട് മഴ കൊള്ളുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ്. 350 രൂപയ്ക്ക് 4 കളറുകളാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി കോംബോ ആണ്. കിട്ടിയ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഈ ഒരു പ്ലാന്റ് നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു പ്ലാന്റാണ്. നഴ്സറിയിൽ പോലും അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു നമ്മുടെ കമേലിയ എന്ന് പറയുന്നത്. നല്ല കട്ട റോസ പോലത്തെ ഒരു പ്ലാന്റാണ്. ഈ ഇതിലുണ്ടാകുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള സെയിം പോട്ടി മിക്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. നല്ല നനവോടുകൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റാണ്. എപ്പോഴും തണുപ്പ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമാണ്. കെയർ ചെയ്ത് ഒരുപാട് നമുക്ക് പുറകെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല കട്ടി ലീഫാണ്. അതുകൊണ്ട് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിന് ഏൽക്കുകയില്ല. ഒരുപാട് വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ്. പോരാത്തതിന് സീസണിലല്ല ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അടിപൊളി പ്ലാന്റാണ്. മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കും. അപ്പോൾ സ്റ്റോക്ക് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. അടുത്ത പ്ലാന്റ് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ്. 380 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത്. അസേലിയയിലും കമേലിയയിലും നമുക്കങ്ങനെ സ്റ്റോക്ക് കിട്ടാത്ത ഒരു പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ കിട്ടിയ ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഒരുപാട് കാലത്തേക്ക് നിൽക്കുന്ന ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ചാൻസ് എന്തായാലും മിസ് ചെയ്യാണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഈ ഒരു പ്ലാന്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ കേട്ടിട്ട് പരിചയമുള്ളവരും ഉണ്ടാവില്ല, അറിയുന്നവരും ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടിയ ചാൻസിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കരികിലപ്പൊടിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. 2 ദിവസം കൂടുമ്പോഴായിട്ട് നനച്ചാൽ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഈ ഒരു പ്ലാന്റിന് വരുന്നില്ല. കമേലിയ പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ അത്രയും വരുന്നില്ല. എന്നാലും പരമാവധി നനയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടണമെങ്കിൽ അത്യാവശ്യം വെള്ളം എന്തായാലും ചെടിക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നല്ലൊരു അടിപൊളി കോംബോ ആണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. വ്യത്യസ്തമായ 6 കളറിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ഇതിലിപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട്. ചിലതിലൊക്കെ അപൂർവം ചിലതിൽ മാത്രമേ ഫ്ലവറായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. തൂക്കിയട്ടിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് നട്ടു വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള 6 കളറുകളാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക.
നല്ലൊരു പ്ലാന്റ്സ് ആണ് ഈ നമ്മുടെ ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ്സ്. കാണാനായാലും നല്ല ഭംഗിയാണ്. തൂക്കിയാട്ടിയിൽ നടുവാണ്, പ്രത്യേക എടുപ്പ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റാണ്. 6 കളറിന് 380 രൂപയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം നേഴ്സറിയിലൊക്കെ വാങ്ങുമ്പോൾ ഇതിലും കൂടുതൽ റേറ്റാണ് വരുന്നത് എന്തായാലും. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. 6 കളറിന് 380 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി കോംബോ ആണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. അതല്ലെങ്കിൽ കുഞ്ഞ് പ്ലാന്റ്സ് ഇതിൻ്റെ വേര് ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ അത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ചകിരിച്ചോറാണ് ഈ ഒരു പ്ലാന്റിൽ ഉൾപ്പെടുത്തേണ്ടത്. മണ്ണ് കുറച്ചേ എടുക്കാവൂ. ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ചകിരിച്ചോറും ചാണകപ്പൊടിയാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബാൾസം പ്ലാന്റാണ്. 10 കളറിന് 280 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. നല്ല അടിപൊളി കോംബോ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. വെരിക്കേറ്റഡ് ലീഫ് നോർമൽ വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട്. മിക്സഡ് ആയിട്ടുള്ള കളറുകളാണ്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളർ അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് ഈ ഒരു 10 കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാൾസം മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ വാങ്ങിക്കോളൂ. ഏകദേശം തീരാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാൾസം പ്ലാന്റാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ്. സീസണിലല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുന്നൊരു ചെടി. ഈ ഒരു ചെടിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും. വേരൊക്കെ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. റൂട്ടഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയാണ് വരുന്നത്. 12 വെറൈറ്റീസിന് 300 രൂപയാണ് വരുന്നത്. നല്ല അടിപൊളി കോംബോ ആണ്. അധികം പേർക്കൊന്നും അറിയില്ലായിരിക്കും ഇങ്ങനൊരു പ്ലാന്റിനെ പറ്റിയിട്ട്. അറിയുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ്. ഔട്ട്ഡോർ പ്ലാന്റ്സ് പെടുന്നതല്ല. ഒരുപാട് തിക്കിൽ വളരുന്ന പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണി എന്ന് പറയുന്നത്. ജിഫി ബാഗിലാണ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസാണ് ഈ എടുത്ത് കാണിക്കുന്നത്. ഇതിന് അധികം മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചാണകപ്പൊടി, ചകിരിച്ചോറും കുറച്ച് മണ്ണും മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണ് അധികം എടുക്കണമെന്നില്ല. ഇതിന് മണ്ണ് അധികം ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ജിഫി ബാഗോട് കൂടി നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല അടിപൊളി കോംബോ വന്നിട്ടുള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. വാട്സപ്പ് നമ്പർ ഈ ഒരു സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒട്ടും മിസ് ചെയ്യരുത്. ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തീരാവുന്നതാണ്. അപ്പോൾ കിട്ടിയ ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.